നാളുകൾ ഉത്സവത്തിന്റെ പള്ളിപ്പെരുന്നാളിന്റെ കാലമാണ്. കുറുപ്പക്കാവ് ഭഗവതി ക്ഷേത്രം നമ്മുടെ അമ്പലത്തിലും താലപ്പൊലി മുടിയേറ്റ് മഹോത്സവം തുടങ്ങിട്ടോ. 2 ദിവസമായി തുടങ്ങിയിട്ട്. 1-ാം തീയതി തുടങ്ങി 7-ാം തീയതി വരെയാണ് പരിപാടി. അപ്പൊ ഞങ്ങള് യാത്രയാവാൻ പോവാണ്. വൈകുന്നേരം ആയതോടുകൂടി ഞങ്ങൾ അമ്പലത്തിൽ പോവാനായിട്ട് റെഡിയായി. 3-4 വർഷങ്ങൾക്ക് ശേഷം ഞാൻ സാരി ഉടുക്കാൻ പോവാണ്. ചേച്ചിയുടെ സാരിയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ ഇതൊന്ന് ഉടുക്കാന്ന് വിചാരിച്ചു. കല്യാണത്തിന് മറ്റോ സാരി ഉടുക്കാതെ പിന്നെ അങ്ങനെ സാരി ഉടുക്കാറില്ല. സെറ്റ് മുണ്ടും ധാവണിയൊക്കെ ഉടുക്കാറുണ്ട്. പക്ഷെ സാരി ഉടുക്കുന്നത് അങ്ങനെ. പിന്നെ സാരി ഉടുക്കാന്ന് വിചാരിച്ചു. വലിയ മേക്ക് ഓവറൊന്നും ചെയ്തൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. അങ്ങനെ വളയമാലയൊക്കെ ഇട്ടുകൊണ്ട് നടക്കാനായിട്ട്. കയ്യില് വളയമാലയൊന്നും ഇടുന്നത് അങ്ങനെ അത്ര ഇഷ്ടമൊന്നുമില്ല. ഞാൻ സിമ്പിളായിട്ട് അമ്പലത്തിൽ പോയിട്ട് വന്നു. അപ്പൊ അവിടെ എത്തിയപ്പോഴത്തേക്കും അമ്പലത്തിൽ കയറി തൊഴുതു. പിന്നെ കൈകൊട്ടി കളി ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടു നിൽക്കായിരുന്നു. കൈകൊട്ടിക്കളി എന്നൊക്കെ പറഞ്ഞാൽ കണ്ടു കിട്ടാൻ തന്നെ തോന്നും. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അദ്വൈതത്തിന്റെ ഒരു ചങ്ങാതിനെ കണ്ടു. സാക്ഷി സൂര്യ. അവര് കുശലം പറഞ്ഞു നിൽക്കാൻ കേട്ടോ. ചുറ്റും ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് കയ്യില് എന്നിട്ട് തിന്നണേ എന്റെയാന്ന്. എനിക്ക് തരാമോ? എനിക്ക് ഇച്ചിരി തരാമോ? അപ്പുറത്തുണ്ടെന്നാ അമ്മക്കെ ഇച്ചിരി തരാമോ? ഇച്ചിരി തരുമോ? എന്നിട്ട് തിന്നണേ. ഇച്ചിരി ഔത്ത് തന്നെ. എന്നിട്ട് ഔത്ത് തിന്നണത് എന്തുട്ട ഐസ്ക്രീം തിന്നണേ? വാനില സ്ട്രോബെറി. എങ്ങനെയുണ്ട് സ്ട്രോബെറി ഐസ്ക്രീം? ഇഷ്ടായാ? അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലേക്ക്. ടാറ്റാ.